വ്യായാമം ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഏതെങ്കിലും സംഘടനയുടെ കീഴിൽ എക്സസൈസ് ചെയ്യുന്നവർ. കൂരായണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരാക്കി. ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഈ വ്യായാമൊന്നും പോരാ, ഒരു പുതിയ ഐഡിയ വേണം. സംതിങ് ന്യൂ. കണ്ടന്റ് ഉപയോഗിച്ച് 21 എക്സസൈസ് നമ്മൾ ചെയ്യുന്ന 21 മിനിറ്റാണ് സമയം എടുക്കുകയുള്ളൂ. 21 വ്യായാമ മുറ ചെയ്യാൻ 20 മിനിറ്റാ? എന്നാ പിന്നെ ഇനി അത് മതി. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഓ, അത് നമ്മള് മറന്നുപോയി. മെക്സെവൻ പേരുള്ള സംഘടനയില് നമ്മളൊന്നും പോവാൻ പാടില്ല. ഹൈ, അതില് മുഴുവനും പ്രശ്നക്കാരാണെന്നല്ലേ മോഹനൻ സഖാവ് പറയണത്. എന്താ സൂക്ഷിച്ചു നോക്കണേന്നോ? വ്യായാമം ചെയ്യുന്നവരുടെ കൂട്ടത്തില് എന്തോരം നുഴഞ്ഞു കയറ്റക്കാരുണ്ടെന്നോ, അതും രാജ്യദ്രോഹികള്. സമീപകാലത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ ഈ സംഘപരിവാർ, SDPI പോലുള്ള മതരാഷ്ട്രവാദികളും തീവ്രവാദികളും എല്ലാം ഇത്തരം പൊതു ഇടങ്ങളിലും പൊതുവേദികളിലും നുഴഞ്ഞു കയറി തങ്ങളുടെ സങ്കുചിതമായ മതരാഷ്ട്രവാദത്തിനും അതുപോലെ വർഗീയ അജണ്ടക്കുമെല്ലാം ഒരു മറയാക്കി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മോഹനൻ സഖാവ് ഉള്ളോണ്ട് നമ്മളീ സത്യമൊക്കെ അറിഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ സ്ഥിതി എന്തായേനെ? മനം നിറയുന്നൊരു മെക്സവനെ, നെയ്യും മനവും വഴക്കി നമ്മെ കരുത്തരാക്കും മെക്സവനെ. വേണ്ട വേണ്ട, പാട്ടും കൂത്തൊന്നും വേണ്ട. ഞങ്ങളുടെ കോമ്രേഡ്സ് സ്വല്പ സ്വാതന്ത്ര്യമൊക്കെ തരുന്നുണ്ടെന്ന് കരുതി എല്ലാം അങ്ങ് അംഗീകരിച്ചു തരാൻ പറ്റുമോ? തങ്ങളുടെ സങ്കുചിതമായ മതരാഷ്ട്രവാദത്തിനും അതുപോലെ വർഗീയ അജണ്ടക്കുമെല്ലാം ഒരു മറയാക്കി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപൂർവം ചിലയിടങ്ങളിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തൊരു കരുതലാണ് മോഹനൻ സഖാവിന്. പക്ഷെ സഖാവിന്റെ കൂടെയുള്ളവർക്ക് ഇതൊന്നും അത്ര ദഹിക്കണില്ല കേട്ടോ. വ്യായാമ പരിശീലനം നടത്തുന്നതിനെ ഒരിക്കലും എതിർക്കപ്പെടേണ്ടതില്ല. ഒരു തരത്തിലുള്ള ജാതി മത ചിന്തകൾക്കും അതീതമായി തന്നെയാണ് അവിടെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിൽ ഉണ്ട്. സഖാവ് വിഷമിക്കേണ്ട. ഇവരാരും സഖാവിന്റെ കൂടെ നിന്നില്ലെങ്കിലും വേറൊരാള് സഖാവിന്റെ കൂടെ നിൽക്കും. ആരാ? സാക്ഷാൽ വി മുരളീധരൻ. പിന്നല്ലാണ്ട് രാജ്യദ്രോഹവും രാജ്യസുരക്ഷയൊക്കെ വരുമ്പോ നമ്മുടെ ജീമാര് വേണ്ടേ അതിന്റെയൊക്കെ മുന്നിൽ നിൽക്കാൻ? അതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും NDFും ഉൾപ്പെടെയുള്ള ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കാൻ മതിയായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. CPM ജില്ലാ സെക്രട്ടറി കാര്യം പറയുമ്പോ അത് വെറുതെ പറയില്ലല്ലോ. സോപ്പിടല് എത്ര പെട്ടെന്നാണല്ലേ ഓരോരുത്തർ കണ്ണിലെ കൃഷ്ണമണിയാവണത്. ഇതിപ്പോ നിങ്ങളെല്ലാരും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സാധാരണക്കാരെ എന്ത് ചെയ്യുന്നേ? ഇതിപ്പോ മെക്സെവന്റെ വ്യായാമമുറ ഞങ്ങൾ പരിശീലിക്കേണ്ടെന്നാണോ എല്ലാരും പറയണേ? മെക്സെവൻ രാജ്യവ്യാപകമായിട്ട് തന്നെ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും മെക്സെവന്റെ കാര്യത്തിൽ മോഹനൻ സഖാവിന് ഇത്രയും ആശങ്ക തോന്നാൻ കാരണം എന്തായിരിക്കും? സ്വന്തം നാട്ടുകാരുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരം എന്നുള്ള നിലയിലല്ലേ മലപ്പുറം കൊണ്ടോട്ടിയിലെ P. സലാഹുദ്ദീൻ ഇങ്ങനൊരു പ്രസ്ഥാനം ആരംഭിച്ചത്. അതിന് ഇങ്ങനെ സംശയ കണ്ണുകൾ കൊണ്ട് നോക്കുന്നത് എന്തിനാ? തീവ്രവാദികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായ കള്ളപ്രചരണങ്ങൾ നടത്തിയ മോഹനെതിരെ വാസ്തവത്തിൽ കേസെടുക്കുകയാണ് വേണ്ടത്. കേസോ? സഖാവേ, യു ആർ ട്രാപ്ഡ്. പണി പാളിയാ? ഓ, എന്ത് പണി പാളൻ? പണി പാളിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് മാറ്റി പറയും. ഈ നിലപാട് മാറ്റമൊക്കെ ഞങ്ങളുടെ കോമ്രേഡ്സ് എത്ര കണ്ടതാണെന്നേ. മെക്സവനെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, CPM ഒന്നും പറഞ്ഞിട്ടില്ല. അഭിനയ പ്രതിഭ തന്നെ. മതരാഷ്ട്രവാദികളും തീവ്രവാദികളും എല്ലാം ഇത്തരം പൊതു ഇടങ്ങളിലും പൊതുവേദികളിലും നുഴഞ്ഞു കയറി വർഗീയ അജണ്ടക്കുമെല്ലാം ഒരു മറയാക്കി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മെക്സവനെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, CPM ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഒരു കാര്യം പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അത് മാറ്റി പറയാനുള്ള അവരുടെ ആ ഒരു വൈഭവം അത് ഇവർക്കൊക്കെ എവിടെ നിന്ന് കിട്ടിയതായിരിക്കല്ലേ? പണ്ടൊന്നും CPM അങ്ങനെയല്ല. CPM ഒരു വാക്ക് പറഞ്ഞാൽ അത് ഒരു വിശ്വാസമായിരുന്നു. ഇന്ന് പലരും ആവർത്തിക്കുന്ന, പലർക്കും എന്തും പറയാന്നുള്ളൊരു അവസ്ഥയൊക്കെ എത്തി. ഏത് കാര്യത്തിലും ഇപ്പോൾ CPM എടുത്തു ചാടിയിട്ടുള്ളൊരു പ്രഖ്യാപനം വരുന്നത് BJPക്ക് വടി കൊടുക്കലാണ് CPM ചെയ്തുകൊണ്ട്. അങ്ങനെ മലക്കം മറിച്ചിലുകളുടെ കാര്യത്തിൽ CPM നേതാക്കളുടെ തലയിൽ ഒരു പൊൻതൂവൽ കൂടി. കുഴപ്പമില്ല, മലക്കമറിയലും ഒരു പ്രത്യേകതരം വ്യായാമ മുറയാണല്ലോ, അല്ലേ സഖാവേ?